ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസ് ആവശ്യപ്പെട്ട വാഹനങ്ങളുടെ രേഖകൾ കൈമാറാതെ നടൻ ദുൽഖർ സൽമാൻ കടത്തിക്കൊണ്ടുവന്ന നിരവധി വാഹനങ്ങൾ ദുൽഖറിൻ്റെ കൈവശം ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു കൂടുതൽ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. നടനെ ഉടൻ വീണ്ടും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, നമുക്കറിയാം ഈ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് സംഭവം ടാക്സ് വെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവമൊക്കെ ആദ്യം വന്നത്. പക്ഷേ അങ്ങനെയല്ല, നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും അച്ഛൻ ഒരു വഴിക്ക് അവാർഡുകൾ വാരി കൂട്ടുമ്പോഴാണ് മകൻ ഇത്തരത്തിൽ കേസിൽപ്പെടുന്നത്. അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ നിഷാ ദിലീപ്. വിനോദ്, ആതിര, ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട്, അതായത് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിക്കൊണ്ടു വന്നതുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ജൂൺ അവസാനമാണ് ഈ ദുൽഖർ സൽമാനെ കസ്റ്റംസിൻ്റെ പ്രിവൻറ്റീവ് വിഭാഗം ചോദ്യം ചെയ്തത്. അന്ന് ദുൽഖറിനോട് പറഞ്ഞത് കൂടുതൽ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഉടൻ തന്നെ ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യാം എന്ന രീതിയിലായിരുന്നു കസ്റ്റംസ് മുന്നോട്ട് പോയിരുന്നത്. എന്തായാലും ദുൽഖറിൻ്റെ കൈവശം ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടു വന്ന നിരവധി വാഹനങ്ങളുണ്ട് എന്ന് ഈ കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസിൻ്റെ പ്രിവൻറ്റീവ് വിഭാഗം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ വാഹനങ്ങളും ഒപ്പം തന്നെ ഇതിൻ്റെ രേഖകളുമൊക്കെ ഹാജരാക്കാനായി അന്ന് തന്നെ ദുൽഖറിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ അവസാനമാണ് ചോദ്യം ചെയ്തത്. ഇതുവരെ ദുൽഖർ ആ രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ നടന് സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വിളിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ദുൽഖറിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയ സമയത്ത് ദുൽഖറിൻ്റെ കൈവശമുണ്ടായിരുന്ന 4 വാഹനങ്ങളാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ രേഖകൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ രേഖകൾ തൻ്റെ കൈവശമുണ്ട് എന്നാണ് കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ ദുൽഖർ കസ്റ്റംസിന് നൽകിയ മറുപടി. ഒപ്പം തന്നെ ഇത്തരത്തിൽ വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി തനിക്ക് ബന്ധമൊന്നുമില്ല, ഈ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളായിരുന്നു താൻ വാങ്ങിയത്, ഇക്കാര്യം അറിയില്ലായിരുന്നു എന്നും ദുൽഖർ ഈ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന കേസുമായുള്ള അന്വേഷണവുമായി കസ്റ്റംസ് മുന്നോട്ട് പോവുകയാണ്. ഇതിലെ മുഖ്യ സൂത്രധാരനായ ബിശ്വദീപ് ദാസ് അടക്കമുള്ള പ്രതികൾ പിടിയിലായിട്ടുമുണ്ട്. എന്തായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഇനിയും ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കൂടുതൽ വാഹനങ്ങൾ ദുൽഖറിന്റെ കൈവശം ഉണ്ട് എന്ന് ആദ്യം തന്നെ കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതും ഈ വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാനും ഒക്കെ ആവശ്യപ്പെട്ടത്. എന്തായാലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി 40ഓളം വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. എന്തായാലും കേരളത്തിലേക്ക് തന്നെ 400ഓളം വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്നതായും കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. വിനോദ്, ആതിര. അതെ, ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ്. അതായത് ഈ കൈകൾ ഇത്ര ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രേഖകൾ കൈമാറാൻ നടൻ ദുൽഖർ സൽമാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ്.